അരളിപ്പൂ കഴിച്ചിട്ടാണെന്ന് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. ഇക്കാര്യത്തിൽ വിഷബാധയേറ്റാണ് സൂര്യ മരിച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഫോൺ ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ അരളിപ്പൂ കഴിച്ചിരുന്നതായി മരിച്ച സൂര്യയുടെ അമ്മ പ്രതികരിക്കുകയുണ്ടായി. വിദേശത്തേക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് സൂര്യ അരളിപ്പൂ ചവച്ചത്. ഞായറാഴ്ച വിമാനത്താവളത്തിലെത്തി തളർന്നു വീണ സൂര്യ പിറ്റേ ദിവസം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. എന്നാൽ അരളിപ്പൂ തന്നെയാണോ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. ശരണ്യ സ്നേഹജൻ സൂര്യയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു. വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ കാണാം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദേശത്തേക്ക് പോകുന്നതിനിടയിൽ തയ്യാറെടുപ്പിനിടയിൽ ഹരിപ്പാട് പള്ളിപ്പാട് നിന്ന് പുറപ്പെട്ട വിമാനത്താവളത്തിലെത്തുകയും അവിടെ വെച്ച് കുഴഞ്ഞു വീണ് പിന്നീട് ആശുപത്രിയിൽ സൂര്യ എന്ന പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തത്. ആ സംഭവത്തിലേക്ക് നയിച്ചത് അരളിപ്പൂ കഴിച്ചതാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ വിഷബാധ ഏൽക്കാനും മരണത്തിലേക്ക് പോകാനും കാരണമെന്നുള്ളതാണ് ഇപ്പോൾ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകളിൽ നിന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യയുടെ അമ്മ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എന്തായിരുന്നു? ഞങ്ങൾ ഇവിടുന്ന് 11 മണിയായപ്പോഴാണ് പോയത്. പോയി ഒരു പകുതി ആയപ്പോൾ കുഞ്ഞൊന്ന് എല്ലാവരോടും ഞങ്ങൾ 5 പേരാ പോയത്. ഞാനാ, ചേട്ടന്, അനിയത്തി, 2 പിള്ളേര്, നാത്തൂൻ്റെ ഭർത്താവ്, ഞങ്ങളെല്ലാം ഇവിടെ പോയേ. ഇവിടുന്ന് ഇറങ്ങിയ എല്ലാവരോടും യാത്ര ചോദിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് പോയേ. അന്നേരം ഇതിൻ്റെ എല്ലാവരോടും പറഞ്ഞു അവർ ഛർദ്ദിക്കും, ഞാൻ ഛർദ്ദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുന്നേ ഛർദ്ദിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അമ്മുമോനാണോ മുന്നേ ഛർദ്ദിച്ച്, വേറെ ആരും ഛർദ്ദിച്ചില്ലല്ലോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ പിന്നെയും അങ്ങ് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒക്കെ ഛർദ്ദിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാൻ ഇറങ്ങിയപ്പോൾ അന്നേരം കുഴപ്പമൊന്നുമില്ല. അന്നേരം എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്കൊന്ന് തൂറണം, കക്കൂസി പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടെല്ലാം കുഞ്ഞങ്ങ് ഛർദ്ദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് എടുക്കാറായപ്പം ഒരു ആശുപത്രി കയറിയപ്പം അവർ ട്രിപ്പ് ഇട്ട് കൊടുത്ത് മരുന്നൊക്കെ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോകാൻ പറഞ്ഞു. അന്നേരം അവരോടും കുഞ്ഞു പറഞ്ഞ് അരളിപ്പൂ കഴിച്ച് എന്ന് പറഞ്ഞിട്ടും അവരതിനുള്ള ട്രീറ്റ്മെന്റ് ഒന്നും തന്നില്ല. എവിടെയുള്ള ആശുപത്രിയായിരുന്നു? ഇവിടെ തൃപ്പൂർ എയർപോർട്ടിന് ഇപ്പുറമുള്ള കിൻഡർ ഹോസ്പിറ്റലിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് പോയി 6 മണിക്ക് അകത്ത് കയറണം. കുഞ്ഞ് ആ വയ്യാങ്കിലും എൻ്റെ മോൾ 6 മണിക്ക് ആ ലഗേജും എല്ലാമായിട്ട് അകത്ത് കയറി. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് അകത്ത് കയറിയപ്പം ആ ലഗേജ് വെക്കുന്നിടത്താണ് അവൾ അറിഞ്ഞത് 1 മണിക്കാ ഫ്ലൈറ്റ്, 8:30 പോകേണ്ട ഫ്ലൈറ്റ് ലേറ്റാണ്, 1 മണിക്കാ പോകുന്നതെന്ന് പറഞ്ഞു. അതകത്ത് കയറി കുഞ്ഞ് ഛർദിച്ച് കുഴഞ്ഞു വീണൊരു 10 മിനിറ്റോളം അവിടെ കിടന്നു. ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അകത്ത് ഒരു പയ്യനാണ് അവൾക്ക് വെള്ളവും കൊടുത്ത്. ആ കൊച്ചൻ ചോദിച്ച് എത്ര മണിക്കാ, അന്നേരം 1 മണിക്കാ ഫ്ലൈറ്റ്. അത് തന്നെ വെള്ളവും കൊടുത്ത് വേറെ അപ്പോഴത്തേക്ക് 2 പേര് വന്ന് അവളെ വെളിയിലിറക്കി കഴിഞ്ഞപ്പോഴും വീണ്ടും കുഞ്ഞിന് വയ്യാതാകുമായിരുന്നു. നിങ്ങളെ വിളിച്ചിരുന്നു? അപ്പൊ നിങ്ങൾ പോയിരുന്നു? അതോ എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു? ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. അവള് പോകാതെ ഞങ്ങൾ വരുന്നില്ല എന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്ന്. അന്നേരം അവളെ അപ്പുറത്തൂടെ ആക്കി വെളിയിലാക്കി തന്ന് ഞങ്ങൾ അപ്പം തന്നെ എറണാകുളത്ത് ആശുപത്രി ഞങ്ങൾ കാണിച്ച് അവര് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറയുമെന്നൊക്കെ ചൊല്ലിയിരുന്നു. പക്ഷെ കുഞ്ഞിന് കുറഞ്ഞില്ല. ഞങ്ങൾ നേരെ പരുമലയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. എത്തിയപ്പോ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞെന്താ? ഡോക്ടറോട് ഇവള് തന്നെ അന്നേരം എല്ലാം മോള് സംസാരിക്കുമായിരുന്നു. അന്നേരം BSc നേഴ്സാ. അന്നേരം എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഞാൻ അരളിപ്പൂ കഴിച്ചിട്ടുണ്ട് അതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് എല്ലാം മരുന്നെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളോട് അത്ര വ്യക്തമായിട്ടൊന്നും അവര് പറഞ്ഞില്ല. അന്നേരം അവിടെ ഇട്ടോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ചൊല്ലി അന്നേരം പോകുന്നില്ല, ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞായാലും കുഞ്ഞിന് പോകാമല്ലോ എന്നും ചൊല്ലി ഞങ്ങൾ നേരിട്ട് അങ്ങ് പരുമലയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. കൊണ്ടുവന്നപ്പോൾ ഇവിടെ വന്നാണ് ഡോക്ടേഴ്സ് എല്ലാം നോക്കി. എന്നിട്ട് പിന്നെ നമ്മളോട് ആദ്യമേ പറഞ്ഞു കുഴപ്പമില്ല, കുറവായെന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ വീട്ടിൽ പോകേണ്ടവർ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇല്ല പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കയറി എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴും കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കുഞ്ഞിന് മരിച്ചെന്ന്.
ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, കഴിഞ്ഞ ദിവസം ഇത് വലിയ രീതിയിൽ ഈ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഇതേക്കുറിച്ച് സംശയവും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അരളിപ്പൂ തന്നെയാണോ ഈ മരണകാരണമായത് എന്ന്. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലല്ലോ അല്ലേ? മഞ്ജുഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ പരുമല ആശുപത്രിയിലാണ് സൂര്യ ചികിത്സ തേടിയത്. അതിനുശേഷം മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. ഏറെക്കുറെ അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഡോക്ടർമാർ, അങ്ങനെ ഒരു ഫൈൻഡിങ്സിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പിന്നെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, അതൊരു റിപ്പോർട്ടായി പുറത്തു വരണമെങ്കിൽ തീർച്ചയായും കെമിക്കൽ ലാബിൽ നിന്നുള്ള രാസപരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതായുണ്ട്. അതുകൊണ്ട് ആ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ഈ സ്ഥിരീകരണത്തിലേക്ക്, ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയൂ. പക്ഷേ ഫോറൻസിക് വിഭാഗം അടക്കം നൽകുന്ന വിവരം ഈ പൂ തന്നെയാണ് ഇത്തരത്തിലൊരു പോയിസണസ് ആയി അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കുട്ടി പോകുന്നതിന് മുമ്പാണ് ഈ പൂവിന്റെ ഭാഗം ഫോൺ ചെയ്യുന്നതിനിടയിൽ അശ്രദ്ധമായി വായിലേക്ക് വരുന്നത്. അതിൽ തന്നെ വളരെ കുറച്ച് ഭാഗം മാത്രം അകത്തേക്ക് പോയി, ഇതിന്റെ വിത്തുകൾ ഉൾപ്പെടെയുള്ള പൂവിന്റെ ഭാഗമുണ്ട്. അതൊക്കെ അകത്തേക്ക് പോയാൽ അത് വലിയ രീതിയിൽ വിഷബാധ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്. ഒരു അത്തരത്തിൽ വലിയ പ്രശ്നം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇത് ഉണ്ടാക്കുന്ന കഴിയുന്ന ഒരു സസ്യമാണ് അരളി എന്നുള്ള സ്ഥിരീകരണം എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് അല്ലെ. ഈ കുട്ടി, ഈ വീടിന്റെ മുഴുവൻ പ്രതീക്ഷ, നന്നായി പഠിക്കുന്ന കുട്ടി, എല്ലാ വിഷയങ്ങൾക്കും A+ഓടുകൂടിയൊക്കെ പാസ്സായ ഒരു വീടിന്റെ മൊത്തം പ്രതീക്ഷയായി UK പോകുന്നതിന് തൊട്ട് മുമ്പ് എയർപോർട്ടിൽ വെച്ചാണ് ഈ സംഭവം അല്ലേ? അതെ 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 ഇത് അറിഞ്ഞ കാര്യം എന്റെ സുഹൃത്താണ് ഡ്രൈവറായിട്ട് പോയത് ഇവരെ യാത്രയാക്കാനായിട്ട്. അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്ത ആ ഒരു സമയത്ത് ഇങ്ങനെ ഫോൺ വരികയും ഫോണിൽ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്ന അരളിയിൽ അശ്രദ്ധമായിട്ട് വായിലിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ തുപ്പിക്കളയുകയും ചെയ്തു. ഇത് പോകുന്ന വഴി തന്നെ ഇത് ഛർദിലും ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കിൻഡർ ഹോസ്പിറ്റലിൽ അവർ കയറ്റുകയും അവിടെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയും പിന്നീട് അത്താണി എത്തിയപ്പോഴത്തേക്ക് ഇതിന് തീരെ വയ്യാതെ വരുന്ന സ്ഥിതിയിൽ അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ആയിട്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ചെക്ക് ഇൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഗ്ലാസ്സിൽ കൂടെ മാതാപിതാക്കൾ കണ്ടതാണ് ഈ കുട്ടി കുഴഞ്ഞു വീണിട്ട് കുറച്ചു നേരം അവിടെ കിടന്നു. ആരും ശ്രദ്ധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ ആരോ 2 പെണ്ണുങ്ങൾ വന്ന് ഇവരെ താങ്ങിയെടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഇപ്പുറത്തോടെ വെളിയിൽ കൊണ്ടുവന്ന്, അപ്പം വാഹനം ഇനിയും ഫ്ലൈറ്റ് വരാനായിട്ട് സമയം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റികൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും അടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തു. അപ്പോൾ അവിടെ വെച്ചാണ് ഒരു സംശയം തോന്നി. തന്നെ പറയുമായിരുന്നല്ലേ താൻ അരളിപ്പൂ കഴിച്ചിട്ടുണ്ട്, ഓൾറെഡി BSc നേഴ്സ് ആണല്ലോ, BSc നേഴ്സാണ്, എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യ തന്നെയാണ് പറഞ്ഞത്, ഞാൻ രാവിലെ ഇതുപോലെ 2 ഇഡ്ഡലിയും ദോശയോ മറ്റോ കഴിച്ചുള്ളൂ. പിന്നെ അസ്വാഭാവികമായിട്ട് കഴിച്ചത് ഇതേപോലെയാണ്. എനിക്ക് അശ്രദ്ധമായിട്ട് ഫോൺ ചെയ്ത കൂട്ടത്തില്ല അരളി എടുത്തിങ്ങനെ വായിട്ട് ചവച്ചപ്പം തന്നെ തുപ്പിയെന്ന് സൂര്യ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് സൂര്യ തന്നെ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് സൂര്യ തന്നെ അവിടെ ഡോക്ടർ പറഞ്ഞു ഇത് പോയ്സണിങ് ആണെന്ന് സൂര്യ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്കിലും അവർ അതിനുള്ള ചികിത്സ നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്, പോയ്സണിങ് എന്നുള്ള റിപ്പോർട്ട് ഈ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് കണ്ടീഷൻ പരുമലയിലേക്ക് എത്തുമ്പോൾ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അല്ലേ? പരുമല എത്തിക്കഴിയുമ്പോഴത്തേക്ക് കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ICUയിലോട്ട് മാറ്റിയും ഏകദേശം വെളുപ്പിനോട് കൂടി മരണം സംഭവിക്കുകയാണ് ചെയ്തത്. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുകയും കൂടുകയൊക്കെ ചെയ്ത് ഈ ഹാർട്ടിലേക്കുള്ള ഞരമ്പ് വെയിനും ഒക്കെ ഇതായി കട്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഈ വീടിന്റെ മുൻവശത്ത് തന്നെ ഈ അരളി ഉണ്ട്, വേലി സൈഡിൽ തന്നെ കിട്ടിയത്. ഫോൺ ചെയ്തിരുന്ന കൂട്ടത്തില് യാദൃശ്യമായിട്ട് എടുത്ത് വായിൽ ഇട്ടതാണ് സംഭവം. എന്തായാലും മഞ്ജുഷ ഇതാണ് സംഭവം. കാരണം ഇത് നമുക്കറിയാം ഈ പുഷ്പം ഒരുപാട് ആവശ്യങ്ങൾക്കായി നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ സംഭവം ഒരു നാട്ടുകാരും പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവം എന്നുള്ളതാണ്. കാരണം പോയിസൺ ആണ്, വിഷബാധയാണ് എന്നുള്ളത് ഏറെക്കുറെ നല്ല വിഷബാധയാണെന്നുള്ള സ്ഥിരീകരണം ഒന്ന് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹു ടെലിഫോൺ ലൈൻ ചേരുകയുണ്ട്. ഡോക്ടർ സുൽഫി, ഇത് നേരത്തെയും ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്, അരളി ഇങ്ങനെ വിഷാംശമുള്ള ഒന്നാണ് എന്ന്. ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം, ഈ സൂര്യയുടെ മരണം കൂടി വരുമ്പോൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ പറ്റുമോ?
തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മരുന്നിന് ഈ ഉള്ളിൽ പോയ വസ്തുത എന്താണ് എന്ന് കണ്ടുപിടിക്കുകയും അതിന്റെ കാരണം തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോ എന്താണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മരണം തീർച്ചയായിട്ടും അസാധാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട്. മറ്റ് പരിശോധനകളും ഒക്കെ തന്നെ ചെയ്യേണ്ടി വരാം. അല്ലെങ്കിൽ സ്വാഭാവികമായ മറ്റ് മരണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു വിഷബാധയുടെ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ തീർച്ചയായിട്ടും കൂടുതൽ അതിനകത്ത് നിരീക്ഷിച്ചാൽ മാത്രമേ വ്യക്തതയോട് പറയാൻ കഴിയുള്ളൂ. സുൽഫി, ഇത് മുമ്പ് ചില വാർത്തകൾ വന്നിരുന്നു, ഇങ്ങനെ ഈ നിവേദ്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം, ഈ അരളിപ്പൂ അങ്ങനെ ഉപയോഗിക്കരുത് എന്ന്. അങ്ങനെ ചില മുൻകരുതലൊക്കെ എടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡോക്ടർ സമൂഹത്തിന് ഇക്കാര്യത്തിൽ ഇതിനു മുൻപ് ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ അരളിപ്പൂ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് വിഷാംശമുള്ളതാണെന്ന്. അതെ, തീർച്ചയായിട്ടും ധാരാളം. നമുക്കറിയാലോ, പ്രകൃതിയിലുള്ളതെല്ലാം തന്നെയും സുരക്ഷിതമാണെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇത്തരം നമുക്ക് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സ്ഥലത്ത് കാണുന്നതാണെങ്കിൽ പോലും ഉള്ളിലേക്ക് സാധാരണഗതിയിൽ പോകാത്ത മറ്റ് ആഹാര സാധനങ്ങളൊക്കെ തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും നിലവിലുണ്ട്. പക്ഷെ അതിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ട് വളരെ സർവ്വസാധാരണമായിട്ട് ഇത്തരം ഒരു പോയിസണിങ് കാണാറില്ല. ശരി ഡോക്ടർ, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നാലേ ഉറപ്പിച്ചു പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത് പ്രശസ്തമായ മാംഗോ മെഡോസിന്റെ ഉടമയായ ശ്രീ എൻ കെ കുര്യനാണ്. ശ്രീ എൻ കെ കുര്യൻ, താങ്കൾ ഇക്കാര്യത്തിൽ ചില ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണല്ലോ. നാട്ടുകാർക്ക് ഒരുപാട് സംശയമുണ്ട്, ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇന്നലെ പല ഫോൺ കോളുകളും വരുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഈ അരളിപ്പൂ അത് പ്രശ്നമുള്ളതാണോ എന്ന്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിലുള്ളത്? അരളിപ്പൂ ശരിക്കും മരണകാരണമാകാവുന്ന ഒരു സസ്യമാണ്. അതിന്റെ പൂ, അതിന്റെ തണ്ട്, അതിന്റെ പട്ട, അതിന്റെ വിത്ത്, ഈ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ അത് വിഷാംശം ഉള്ളതാണ്. അത് നീരിയോഡോറിസം കരാബീജം എന്നുള്ളൊരു ഒരു തന്മാത്രയാണ്. അത് നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആയുർവേദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് ഇതിനൊരു കാരണമാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ആയുർവേദം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ തന്നെ മോഡേൺ മെഡിസിൻ പൂർണ്ണമായും തള്ളുന്നതായിട്ട് പല യൂട്യൂബിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കാണാനിടയായിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് ശരിക്കും ആയുർവേദത്തിനെ പറ്റി ഒരു നല്ലൊരു അവയർനെസ്, സസ്യങ്ങളെ പറ്റി നല്ലൊരു അവയർനെസ് കൊടുത്തില്ലെങ്കിൽ, എന്റെ അറിവിൽ ഒരു 20-25 സസ്യങ്ങൾ വിഷാംശമുള്ളതാണ്. അത് ചില സസ്യങ്ങൾ ജസ്റ്റ് വായിൽ കൊണ്ടാൽ പോലും മരണം സംഭവിക്കാവുന്ന സസ്യങ്ങളുണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽ മാങ്ങോസിൽ ആർക്കൈവ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും ബോർഡ്, ഓരോ മരങ്ങൾ നട്ട് അതിന്റെ കൂടെ തന്നെ അതെല്ലാം ബോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വിഷമാണ്, ഏത് പദാർത്ഥമാണ് അത് വിഷമായി മാറുന്നത്, ഏത് ആ മരത്തിന്റെ ഏത് അംശമാണ്, അത് പട്ടയാണോ, വേരാണോ, കായാണോ, കറയാണോ, ഏതാണോ അതിന് വിഷാംശം ഉള്ളത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാങ്ങോസിൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. ബോർഡ് ചെയ്ത് അത് കാണികൾക്കായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഡോക്ടർ സംവിധാനങ്ങൾ മോഡേൺ മെഡിസിനിലേക്ക് പൂർണ്ണമായും മാറുമ്പോൾ ആയുർവേദത്തിനെ പൂർണ്ണമായി തള്ളാതെ അതിന്റെ ആ ഒരു ശാസ്ത്രീയ വശം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നത് നല്ല എന്റെ ഒരു അഭിപ്രായം. ശ്രീ എൻ കെ കുര്യൻ, ഇപ്പോൾ ഈ അരളിയല്ല ഒട്ടുമിക്ക വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ ഈ അരളിപ്പൂ അതേപടി അതിന്റെ അങ്ങനെ കഴിക്കുന്നതാണോ, അതോ ഏത് ഭാഗമാണ് അത് വിഷാംശമായി മാറുന്നത്? ഇപ്പോൾ മരിച്ച സൂര്യ അത് ചവച്ച് തുപ്പിക്കളയുകയായിരുന്നു. അതെ, അതിന്റെ വേര്, പട്ട, വിത്ത്, പൂവ് എല്ലാം അത് വിഷാംശമുള്ളതാണ്. അത് നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്ന കൂടാതെ ഇത് ത്വക്ക് രോഗങ്ങൾക്ക്, ശ്വാസോച്ഛ്വാസത്തെ ഇത് സീരിയസ് ആയിട്ട് ബാധിക്കും. പെട്ടെന്ന് ഈ പൂവ് ചവച്ചാല് അതിന്റെ അംശം നമ്മൾ വായിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ മിടിപ്പിനെയും അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തെയും അത് സീരിയസ് ആയിട്ട് ബാധിക്കുകയും അങ്ങനെയാണ് ഞാനത് പഠിച്ചിരിക്കുന്നത്. ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ അത് വായിക്കുകയും പഠിക്കുകയും ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, ഇതിനെ കറ അല്ലെങ്കിൽ പട്ടയൊക്കെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഔഷധങ്ങളും കൂടിയാണ്. അതായത് ഈ പറയുന്ന അതേ കാര്യങ്ങൾക്ക് ഔഷധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ കാണുകയും അതിനെ ജനങ്ങളിലായിട്ട് അവബോധം വളർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ IMA പോലുള്ള മെഡിക്കൽ സംഘടനകളോ അതിന് തയ്യാറാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അതിനോട് സഹകരിക്കാനും, ഏതൊക്കെ സസ്യങ്ങളിലാണ് ഈ വിഷാംശം ഉള്ളതെന്ന് ഞാൻ വായനയിലൂടെയും അല്ലാതെ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവർക്കുമായി പങ്കുവെക്കാനും തയ്യാറാണെന്നും കൂടെ ഈ കൂടത്തിൽ പറയുന്നത്. മാങ്ങപ്രസിൽ വന്നാൽ ഇതെല്ലാം കാണാവുന്നതാണ്.
ശരി, ഒരു കാര്യം കൂടി, ഈ അരളിപ്പൂ കഴിച്ച് ഇങ്ങനെ മരണം സംഭവിച്ച ഏതെങ്കിലും ഒരു ഹിസ്റ്ററി അത് താങ്കൾക്കുണ്ടോ, താങ്കളുടെ ഒരു അനുഭവത്തിലുണ്ടോ? പിന്നെ നിരവധിയുണ്ട്. അരളി മാത്രമല്ല, അരളി അല്ലാതെ തന്നെ ഒരുപാട് സസ്യങ്ങള് ഈ രീതിയിൽ മരണം സംഭവിക്കുന്നത്. പെട്ടെന്ന് അരളിയേക്കാൾ പെട്ടെന്ന് മരണം സംഭവിക്കുന്ന സസ്യങ്ങളുണ്ട്. അപ്പൊ ഇത് ചിലത് നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ചിലത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കുന്നുണ്ട്, ചിലത് നമ്മുടെ കുടൽ സംവിധാനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ സയന്റിഫിക്കായി നോക്കണമെങ്കിൽ ഡോക്ടർമാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത് നമുക്ക് ലഭിക്കുന്ന ഈ അറിവ് ശരിക്കും കാലാതീതമായ ആളുകളിലൂടെ വന്ന ഒരു അറിവാണ്. ആ അറിവും പിന്നെ ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അറിവാണ്. ഇതൊക്കെ പ്രായോഗികമായിട്ട് നടന്ന സംഭവങ്ങളായതുകൊണ്ടാണ് അതിനകത്ത് സത്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ പൂർണ്ണമായും തള്ളുന്നത് ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെ നോക്കിയാൽ ശാസ്ത്രീയമല്ല, ഇങ്ങനൊരു ഒരു ഒരു രീതി തന്നെയുണ്ട്. ആ ഒരു രീതിക്ക് മാറ്റം വന്ന് ആയുർവേദം ഈ പറയുന്ന മോഡേൺ മെഡിസിൻ തന്നെ ആയുർവേദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഓരോ അതിന്റെ മൂലഘടകങ്ങൾ ആയുർവേദത്തിൽ നിന്നുള്ളതാണെന്ന് ഉള്ളതും കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ തോന്നുന്ന ഈ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് അവയർനെസ് ആയിട്ട് എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഒരുപാട് സത്യങ്ങളുണ്ട്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലുള്ള പൂർവികർക്ക്, നമ്മുടെ കാരണവന്മാർക്കൊക്കെ അറിയാമായിരുന്നു ഇന്നത് പാടില്ല ഇന്നത് പാടില്ല. ഇന്നത്തെ പുതിയ തലമുറ എന്താ പറയാ, ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രമുള്ള, അവർക്ക് വേറൊന്നും അറിയില്ല, ഗാർഡനിലുള്ള സസ്യങ്ങളെ പറ്റി മാത്രമേ അറിയാവൂ. ആ അറിവില്ലായ്മ ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരി, ശ്രീ എൻ കെ കുര്യൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സൂര്യയുടെ മരണം വിഷബാധയായിട്ടാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ അരളിപ്പൂ, സൂര്യ കഴിച്ച അരളിപ്പൂ ആണോ പ്രശ്നമായത് എന്നുള്ള കാര്യത്തിൽ ഇനി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരാൻ ബാക്കിയാണ്.